ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു gkctutorials. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പറാകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. കൂടാതെ ഏതൊക്കെ ക്ലാസുകളാണ് പെയ്ഡായി നൽകിയിട്ടുള്ളത് എന്നറിയാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ മെമ്പേഴ്സ് ഒൺലി വീഡിയോസ് എന്നൊരു ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം പരീക്ഷകൾക്കായുള്ള ക്ലാസുകളാണ് പെയ്ഡായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി മെമ്പേഴ്സ് ആയവർക്ക് വീഡിയോ കാണാവുന്നതുമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ദേവസ്വം ബോർഡ് LDC എക്സാം ട്യൂട്ടോറിയൽ വീഡിയോയാണ്. അപ്പോൾ ആദ്യം പരീക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് ദേവസ്വം ബോർഡ് LD ക്ലർക്കിന്റെ സിലബസ് ആണ് ആദ്യം പറയുന്നത്. PSC പോലെ ഓരോ ടോപ്പിക്കിനും ഇത്ര മാർക്കിന് എന്ന് പറയുന്നില്ല. മുൻകാല LDC പരീക്ഷകളിലെ ചോദ്യങ്ങൾ അനുസരിച്ച് സിലബസ് ഇങ്ങനെയാണ്. GK, ആനുകാലികം ഇവ 35 മാർക്കിനാണ് ചോദിക്കുന്നത്. സയൻസ് 15 മാർക്ക്, ക്ഷേത്രങ്ങൾ ക്ഷേത്ര ആചാരങ്ങൾ 10 മാർക്ക്, മാത്സ് 10 മാർക്ക്, മലയാളം ഗ്രാമറും വിവർത്തനവും ചേർത്ത് 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, IT 10 മാർക്ക്. ഇതാണ് സിലബസ്. ഇതിൽ തന്നെ ഓരോ ടോപ്പിക്കിലെയും ചോദ്യങ്ങളുടെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസം വന്നേക്കാം. അതായത് 1-2 ചോദ്യങ്ങൾ കൂടിയോ കുറഞ്ഞോ വന്നേക്കാം. എന്നാലും ഈ ഒരു പാറ്റേണിലാണ് ദേവസ്വം ബോർഡ് LDC എക്സാം നടത്തുന്നത്. അതുപോലെ തന്നെ PSC മോഡൽ പരീക്ഷയാണ്. അതായത് OMR എക്സാം തന്നെയാണ് ദേവസ്വം ബോർഡിനും ഉള്ളത്. ആകെ 100 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. എക്സാം ടൈം 1.25 മണിക്കൂറാണ് ഉള്ളത്. ഇനി ഈ പരീക്ഷയിലെ സ്പെഷ്യൽ ടോപ്പിക്കായ ക്ഷേത്രങ്ങൾ ക്ഷേത്ര ആചാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 12-ൽ കൂടുതൽ വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ദേവസ്വം ബോർഡ് പരീക്ഷാ സിലബസ് വീഡിയോകൾ, മുൻകാല ചോദ്യപേപ്പറുകൾ അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നിവയും നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ യൂട്യൂബിൽ GKC ട്യൂട്ടോറിയൽ ദേവസ്വം ബോർഡ് എക്സാം ട്യൂട്ടോറിയൽ വീഡിയോസ് എന്ന് സെർച്ച് ചെയ്ത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ക്ഷേത്രങ്ങൾ ക്ഷേത്ര ആചാരങ്ങൾ എന്ന ടോപ്പിക്ക് ഒഴികെയുള്ള മറ്റു ടോപ്പിക്കുകളായ GK, സയൻസ്, മലയാളം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ക്ലാസുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ GKയിൽ പൊതുവെ PSC മോഡൽ ചോദ്യങ്ങളാണ് വരാറുള്ളത്. അതായത് പ്രധാനമായും തിരുവിതാംകൂർ ഭരണാധികാരികൾ, അവരുടെ പ്രത്യേകതകൾ, നടപ്പിലാക്കിയ നിയമങ്ങൾ, സാമൂഹിക പരിഷ്കർത്താക്കളായ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, അയ്യ വൈകുണ്ഠർ, തൈക്കാട് അയ്യ സ്വാമികൾ, സ്വാമി വിവേകാനന്ദൻ, കൂടാതെ മലയാള കവികൾ, അവരുടെ കൃതികൾ, തൂലികാ നാമങ്ങൾ, ക്ഷേത്രപ്രവേശന വിളംബരം, ഗുരുവായൂർ സത്യാഗ്രഹം, കുണ്ടറ വിളംബരം, വേലുത്തമ്പി ദളവ, പഴശ്ശിരാജ, ഇന്ത്യൻ ഭരണഘടന, മൗലിക അവകാശങ്ങൾ, ലോക്സഭ രാജ്യസഭ, INC, ചന്ദ്രയാൻ, കായിക താരങ്ങൾ, അപരനാമങ്ങൾ തുടങ്ങിയവ ദേവസ്വം ബോർഡ് എക്സാമിലെ സ്ഥിരം ചോദ്യങ്ങളാണ്. അതായത് ഈ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് സാധാരണഗതിയിൽ ദേവസ്വം ബോർഡ് എക്സാമിന് കൂടുതലായി ചോദിച്ചിട്ടുള്ളത്. ഈ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി GK ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന വർഷം എന്നാണ്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936 ആണ്. 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ തന്നെ അതുമായി റിലേറ്റ് ചെയ്ത മറ്റു ക്വസ്റ്റ്യൻസ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കണം. അതായത് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936 ആണ്. അപ്പോൾ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ്. ഈ വിളംബരത്തിലൂടെ ജാതി ഭേദമില്ലാതെ എല്ലാ ഹിന്ദുക്കൾക്കും സർക്കാർ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രങ്ങളിൽ പ്രവേശനം ലഭിച്ചു. അപ്പോൾ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന വർഷം 1936 ആണ്. വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ്. ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് മഹാത്മാ ഗാന്ധിയാണ്.
അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരിയാണ്. ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാരരേഖയെ സ്മൃതി എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരിയാണ്. ഇനി കൊച്ചിയിലും മലബാറിലും ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം എന്നാണ് നോക്കാം. അപ്പോൾ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936 നവംബർ 12. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1947 ഡിസംബർ 22. കൊച്ചിയിൽ ഇത് പ്രാബല്യത്തിൽ വന്നത് 1948. അതുപോലെ തന്നെ 1947 മദ്രാസ് ക്ഷേത്രപ്രവേശന നിയമപ്രകാരം മലബാറിലും 1947 ക്ഷേത്രപ്രവേശന വിളംബരം നിലവിൽ വന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദൈവദശകം, അനുകമ്പ ശതകം എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? ദൈവദശകം, അനുകമ്പ ശതകം എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? ഇത് 2021 മലബാർ ദേവസ്വം ബോർഡ് LDCമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ദൈവദശകം, അനുകമ്പ ശതകം എന്നീ കൃതികൾ രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ദൈവദശകം എന്ന കൃതിയുടെ ശതാബ്ദി 2014 ആഘോഷിച്ചത്. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ആഗസ്റ്റ് 20 ചെമ്പഴന്തിയിലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം ശിവഗിരിയാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? അപ്പോൾ 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ഗജേന്ദ്ര മോക്ഷമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ഏതാണ്? ഗജേന്ദ്ര മോക്ഷം. ഇതൊരു വഞ്ചിപ്പാട്ടാണ്. ഇത് സമർപ്പിച്ചിരിക്കുന്നത് ചട്ടമ്പി സ്വാമികൾക്കാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ ഏതാണെന്ന് കൂടി പഠിക്കാം. ദൈവദശകം, അനുകമ്പ ശതകം, ആത്മോപദേശ ശതകം, നിർവൃതി പഞ്ചകം, ജാതി ലക്ഷണം, ജാതി മീമാംസ, ജാതി നിർണയം, ചിഞ്ചട ചിന്തകം, ജനനി, നവരത്ന മഞ്ചരി ഇവയൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹം ജനിച്ചത് 1856 ആഗസ്റ്റ് 20 ചെമ്പഴന്തിയിലാണ്. സമാധി സ്ഥലം ശിവഗിരിയാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ രചനയാണ് ഗജേന്ദ്ര മോക്ഷം, വഞ്ചിപ്പാട്ടാണ്. ഈ രചന സമർപ്പിച്ചിരിക്കുന്നത് ചട്ടമ്പി സ്വാമികൾക്കാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ ദൈവദശകം, അനുകമ്പ ശതകം, ആത്മോപദേശ ശതകം, നിർവൃതി പഞ്ചകം, ജാതി ലക്ഷണം, ജാതി മീമാംസ, ജാതി നിർണയം, ചിഞ്ചട ചിന്തകം, ജനനി, നവരത്ന മഞ്ചരി ഇവയൊക്കെയാണ്. അദ്വൈത വേദാന്ത തത്വങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്ന ഗുരുവിന്റെ കൃതി ഏതാണ്? അദ്വൈത വേദാന്ത തത്വങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്ന ഗുരുവിന്റെ കൃതിയാണ് ദർശനമാല. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന സന്ദേശം നൽകിയ ഗുരുവിന്റെ കൃതി ഏതാണ്? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ആത്മോപദേശ ശതകം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയ ഗുരുവിന്റെ കൃതി ഏതാണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയ ഗുരുവിന്റെ കൃതിയാണ് ജാതി മീമാംസ. അപ്പോൾ ഈ സന്ദേശം ഗുരു നൽകിയ സമ്മേളനമാണ് 1924 ആലുവയിലെ സർവമത സമ്മേളനം. അപ്പോൾ അദ്വൈത വേദാന്ത തത്വങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ദർശനമാല. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന സന്ദേശം നൽകിയ ഗുരുവിന്റെ കൃതി ആത്മോപദേശ ശതകം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയ ഗുരുവിന്റെ കൃതി ജാതി മീമാംസ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണമെന്നുള്ളവർക്ക് ടോപ്പിക് വൈസ് ക്ലാസുകൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ PSC മോഡൽ GK ആയതുകൊണ്ട് തന്നെ 10th പ്രിലിംസ് എക്സാം ട്യൂട്ടോറിയൽ എന്നൊരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതിലെ വീഡിയോകൾ പൂർണ്ണമായും പഠിക്കുന്നതും ദേവസ്വം ബോർഡ് LDC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക്
നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. മുകളിൽ വരുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് കാണാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. SNDP യോഗം സ്ഥാപിച്ചത് ആരാണ്? SNDP യോഗം സ്ഥാപിച്ചത് ഡോക്ടർ പൽപു ആണ്. ഇത് 1903 ആയിരുന്നു. അപ്പോൾ ഇതിന്റെ ആസ്ഥാനം കൊല്ലമാണ്. SNDPയുടെ ആദ്യ മുഖപത്രത്തിന്റെ പേര് വിവേകോദയം എന്നായിരുന്നു. SNDPയുടെ ആദ്യത്തെ മുഖപത്രത്തിന്റെ പേരാണ് വിവേകോദയം. ഇപ്പോൾ ഈ മുഖപത്രത്തിന്റെ പേര് യോഗനാഥം എന്നാണ്. SNDP യോഗത്തിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു ആയിരുന്നു. ആദ്യ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു ആയിരുന്നു. അതുപോലെ തന്നെ SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ ആയിരുന്നു. അപ്പോൾ SNDP യോഗം സ്ഥാപിച്ചത് ഡോക്ടർ പൽപു ആണ്. ഇത് 1903 ഇതിന്റെ ആസ്ഥാനം കൊല്ലമാണ്. SNDPയുടെ ആദ്യ മുഖപത്രത്തിന്റെ പേര് വിവേകോദയം എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ മുഖപത്രത്തിന്റെ പേര് യോഗനാഥം എന്നാണ്. SNDP യോഗത്തിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു ആയിരുന്നു. ആദ്യ സെക്രട്ടറി കുമാരനാശാൻ ആയിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു ആയിരുന്നു. കുമാരനാശാൻ നവോത്ഥാന നായകനും കവിയുമാണ്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ GK അല്ലെങ്കിൽ ജനറൽ നോളജ് സെക്ഷനിലും മലയാളം എന്ന ടോപ്പിക്കിലും ചോദിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ എക്സാം ട്യൂട്ടോറിയൽ വീഡിയോയ്ക്ക് GK സയൻസ് മലയാളം എന്ന് ചേർത്തിട്ടുള്ളത്. മലയാളം സെക്ഷനിലെ തൂലികാ നാമങ്ങൾ, പഴഞ്ചൊല്ലുകൾ എന്നിവയൊക്കെ പ്രത്യേകം വീഡിയോയായി നമ്മൾ തന്നെ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അവിടെ നിന്ന് എടുത്ത് പഠിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആധുനിക കവിത്രയങ്ങൾ ആരെല്ലാമാണ്? ആധുനിക കവിത്രയങ്ങൾ ആരെല്ലാമാണ്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. അതായത് കുമാരനാശാൻ, ഉള്ളൂർ S പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ. ഇവർ 3 പേരെയാണ് ആധുനിക കവിത്രയങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഇതിന്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.